ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് കാണിക്കുന്നത് നമ്മുടെ ക്രിസ്മസ് ഡെക്കറേഷൻ വീഡിയോയുടെ തേർഡ് പാർട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പാർട്ടും കൂടെ ഈ ഒരു പാർട്ട് കഴിഞ്ഞാൽ ഞാൻ ഇനി ഫുൾ വീട് ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷമുള്ളത് ഒരു വീഡിയോ ആയിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇന്നും കുറച്ച് ഡെക്കറേഷൻ ചെയ്യുന്നതാണ് ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ ഫ്ലവേഴ്സ് ഒക്കെ മേടിച്ചതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ എൻ്റെ പഴയ ഓൾട്ടറിലിരുന്ന പഴയ ഫ്ലവേഴ്സ് ഒക്കെ ഞാൻ മാറ്റിയിട്ട് അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്യാണ്. ഓൾറെഡി ക്ലീൻഡ് ആണ്, എന്നാലും ഞാൻ പുതിയ ഫ്ലവേഴ്സ് വെക്കുന്നതുകൊണ്ടാണ് കേട്ടോ അവിടെ കുറച്ചുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡസ്റ്റ് ചെയ്ത് മാറ്റിയത്. അപ്പോൾ ഇത് പൂക്കളൊക്കെ ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുവാണ്. അപ്പോൾ എല്ലാം വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷനാണ് ഞാൻ എടുത്തത്. ക്രിസ്മസ് തീം ഉദ്ദേശിച്ചിട്ടാണ് അത് ചെയ്തതെങ്കിലും വൈറ്റ് ആൻഡ് റെഡ് കുറച്ചും കൂടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രണ്ട് കളേഴ്സ് ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ഇതാക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൽ ഇപ്പോഴത്തെ ഒരു ഡെക്കറേഷൻ ഇങ്ങനെയാണെങ്കിലും ഇതിൽ ഞാൻ ഒത്തിരി ഓൾട്രേഷൻസ് ഒക്കെ പിന്നീട് വരുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വെച്ചിരിക്കുന്ന രണ്ട് റോസാപ്പൂക്കളൊക്കെ മാറ്റി ഞാൻ വീണ്ടും പോയായിരുന്നു പോത്തീസിൽ വൈറ്റ് ഫ്ലവേഴ്സ് അന്വേഷിച്ചു. പക്ഷെ എനിക്ക് വൈറ്റ് ഫ്ലവേഴ്സ് കിട്ടിയില്ലായിരുന്നു. പിന്നീട് വേറെ ഒരു ഷോപ്പിൽ നിന്ന് വൈറ്റ് ഫ്ലവേഴ്സ് കിട്ടിയപ്പോഴേക്കും അത് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതും വെച്ചിട്ട് ഉള്ളത് പിന്നെ ഇങ്ങനെ ഓരോ ദിവസം ഓരോ ഓൾട്രേഷൻസ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞായിരുന്നില്ലേ ഈ ടീപ്പോയിലിടുന്ന കവറൊക്കെ ഞാനപ്പോൾ തുണി ഇങ്ങനെ മുറിച്ചിട്ടാണ് കേട്ടോ മേടിച്ചത്. അപ്പോൾ അത് ഞാൻ ടീപ്പോയൊക്കെ ഒന്ന് ഡസ്റ്റ് ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷം അതിലേക്ക് വിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഒരു മെഷർമെൻറ്റിന് വെച്ചിട്ട് തന്നെ ഞാൻ മുറിച്ച് മേടിച്ചു. അതിൻ്റെ മേളിലൊരു കുഞ്ഞ് ക്രിസ്മസ് ട്രീ വെച്ചു. എന്നിട്ട് ഈ ക്രിസ്മസ് ട്രീ ചെറിയ ട്രീ വെച്ചിരുന്ന ഭാഗത്തുണ്ടല്ലോ അവിടെ ഒരു ടേബിൾ ഉണ്ടായിരുന്നേ. അപ്പം അതിൻ്റെയൊക്കെ മേളിൽ ഈ ഓരോ ക്ലോത്ത് ഇടാന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിലൊക്കെ എനിക്ക് കുറച്ച് തുണി മതിയായിരുന്നു. അപ്പോൾ ഒരു തുണി ഞാനത് മുറിച്ച് രണ്ട് പീസാക്കി, രണ്ട് ടേബിൾ ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ട് ടേബിളിലായിട്ട് ഇടാനായിട്ട് എടുത്തു കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ആദ്യം ഒന്ന് രണ്ടായിട്ട് അതിലിട്ട് നോക്കി, പക്ഷേ അത് ശരിയായില്ല. പിന്നീട് ഞാനത് കട്ട് ചെയ്ത് മാറ്റി കേട്ടോ. എന്നിട്ട് ഞാനിവിടെ അറേഞ്ച് ചെയ്തത്. അപ്പോൾ ആ ചെറിയ ട്രീ അതിൻ്റെ പുറത്ത് വെച്ചു. അപ്പോൾ ഒരു വൈറ്റ് കളർ കോമ്പിനേഷൻ വരുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഭംഗിയായിട്ടുണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ പുറത്ത് നമ്മുടെ എന്താ പറയുന്ന സിറ്റ് ഔട്ടിലുള്ള അവിടെയും ഒരു ടീപ്പോയുണ്ട്. ആ ടീപ്പോയിലും കൂടെ ഒരെണ്ണം വിരിക്കുകയാണ്. അപ്പോൾ ഈ ടീപ്പോയൊക്കെ ഞാനിപ്പോൾ ഈ ഫർണിച്ചേഴ്സൊക്കെ മാറ്റിയപ്പോഴത്തേലും എന്നോട് കുറച്ച് പേര് ചോദിച്ചു ടീപ്പോയൊന്നും എന്താ മാറ്റാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ ടീപ്പോയൊക്കെ കുറച്ച് നല്ല ടീപ്പോസാണ് കേട്ടോ. തേക്കിൻ്റെയാണ്. അപ്പം തേക്കിൻ്റെ ഒന്ന് ഈട്ടിയുടെ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അതിന് വേറെ കുഴപ്പങ്ങളൊന്നും വന്നിട്ടില്ലാത്തത് കൊണ്ട് അത് മാറ്റാനായിട്ട് എനിക്കൊരു മടിയും പിന്നെ ഹസ്ബൻഡ് ഒട്ടും സമ്മതിക്കുന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ ക്രിസ്മസിൻ്റെ ഒക്കെ ഈ ഡെക്കറേഷൻ വരുമ്പോഴത്തേലും ഇങ്ങനെ എന്തെങ്കിലും ഒരു കവർ ഇട്ട് കൊടുക്കുമ്പോഴത്തേലും അതൊരു നല്ല ഭംഗിയായിട്ടുണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് അത് മാറ്റാത്ത. ഇനി ഭാവിയിൽ ദിവ്യയുടെ കല്യാണത്തിൻ്റെ ഒക്കെ സമയമാകുമ്പോഴത്തേലും മാറ്റണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ മറ്റേ ടേബിളിൽ ഞാൻ വിരിച്ചിരുന്ന തുണിയുടെ ഹാഫ് എടുത്തിട്ടാണ് ഈ ടേബിളിലും കൂടെ ഇട്ടിരുന്നത് കേട്ടോ. അപ്പോൾ എന്നിട്ട് ആ ഡെക്കറേറ്റ് ചെയ്ത ട്രീ അതിൻ്റെ മുകളിൽ വെച്ചു. അത് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേല് പിന്നെ അതിൽ എന്തൊക്കെയോ ഇത് തോന്നിയിട്ട് അത് കറക്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ. എന്നിട്ട് ഉള്ള റൂമിൻ്റെ ആ ഒരു നമ്മൾ ഈ ഫ്ലവേഴ്സൊക്കെ വെച്ച് ആ ക്ലോത്തൊക്കെ വിരിച്ചതിന് ശേഷമുള്ള ഒരു ലുക്കാണ് ഇങ്ങനെ. അപ്പോൾ ഇതിലും ഇങ്ങനെ കണ്ടിട്ടും എനിക്ക് അതിലൊരു തൃപ്തിയൊന്നും തോന്നിയില്ല കേട്ടോ. കാരണം ഇതിലൊക്കെ നമ്മൾ ചെയർ ബാക്ക് ഞാൻ വൈറ്റ് അന്ന് മേടിച്ചായിരുന്നില്ലേ, അത് ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ടും എന്തോ ഒരു കംപ്ലീഷൻ ഇങ്ങനെ എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ഇങ്ങനെയാണ് എൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഒന്നും ചെയ്യാതിരുന്ന ഒന്നുമില്ല, ഒരു കുഴപ്പവും എനിക്ക്. പക്ഷെ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് അത് പോരാന്ന് തോന്നി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ അന്ന് ഇവിടെ പോയല്ലോ, പോത്തീസിൽ പോയപ്പോഴത്തേല് കുഷൻ നോക്കിയത് നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ കുഷൻസ് അവിടെ ഭയങ്കര റേറ്റുമായിരുന്നു. പിന്നെ അതിൻ്റെ കവർ കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ പിന്നെ സുഭാഷിൽ പോയി. അവിടെ തകരപ്പറമ്പിലുള്ള സുഭാഷിൽ പോയിട്ട് അവിടെ നിന്നാണ് കേട്ടോ ഈ കുഷൻസ് മുഴുവൻ മേടിച്ചേക്കുന്നത്. അപ്പൊ ഈ ഒരു കുഷന് 140 രൂപ വെച്ചിട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അത് ഭയങ്കര ലാഭമായിട്ട് എനിക്ക് തോന്നി.
അപ്പം ഞാൻ വൈറ്റ് അല്ലേ എൻ്റെ കൗച്ചസ് എന്ന് പറയുന്നത്, അപ്പോൾ അതിൽ ഫുള്ള് ഇങ്ങനെ റെഡ് കളറും കൂടി കൊടുത്തു കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട്. പക്ഷെ ഇതുകൊണ്ട് ഇവിടെ തീരുന്നില്ല കേട്ടോ. ഞാൻ വേറെ കുഷൻ കവറ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് ഓൺലൈനിൽ. അപ്പം അതൊക്കെ ഇനി വരാനായിട്ട് കുറച്ചും കൂടെ സമയം എടുക്കും. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇനി ഞാൻ ഇടുന്ന ഡെക്കറേഷൻ വീഡിയോ എന്ന് പറയുന്നത് വീട്ടിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ കാണിക്കാം എന്ന് പറഞ്ഞത്. മീൻസ് കുറേ സാധനങ്ങൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്, അതൊന്നും വന്നിട്ടില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ വീടിന്റെ ഒരു ലുക്ക് ഇത് ഇങ്ങനെയായി. അപ്പൊ നല്ല ഭംഗിയായി കേട്ടോ. ആ വൈറ്റ് ഇതില് ഈ റെഡ് കളർ കുഷനൊക്കെ കൂടെ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും എനിക്ക് പോരായ്മ. അപ്പൊ എൻ്റെ ഇത് കണ്ടിട്ട് നിങ്ങളാരും അതുപോലെ ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല. ഡെക്കറേഷൻ താല്പര്യമുള്ളവർക്ക് ഇങ്ങനെ ആവാം കേട്ടോ. പക്ഷെ ഇതിനൊന്നും ഞാൻ ഒത്തിരി കാശൊന്നും മുടക്കിയിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഫ്ലവേഴ്സൊക്കെ എനിക്കത് മാറ്റണോ, അതൊക്കെ പെർമനന്റ് ആയിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഞാൻ വീട് വെച്ചിട്ട് 12 വർഷമായി. അപ്പൊ 12 വർഷം മുന്നേ മേടിച്ച ഫ്ലവേഴ്സാണ് ഞാൻ ഇപ്പൊ മാറ്റിയത്. അപ്പം അതെനിക്കൊരു കുറ്റബോധം തോന്നുന്നൊന്നുമില്ല കേട്ടോ. പിന്നെ അതാ ഇതുപോലത്തെ ഗാർലൻസ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഷോർട്സ് നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എനിക്ക് അപ്പോൾ ഈ ഇടയിൽ ഞാനിങ്ങനെ യൂട്യൂബൊക്കെ സെർച്ച് ചെയ്തപ്പോഴത്തേലും ക്രിസ്മസിനൊക്കെ എല്ലാവരും ഇങ്ങനെ വൈറ്റ് ആൻഡ് റെഡ് ആയിട്ടുള്ള ഗാർലൻസ് ഉപയോഗിക്കുന്ന കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഓൾട്ടറിൻ്റെ ആ ഭാഗം നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിട്ടും അതിൽ ഒരു എന്താ പറയുന്ന ഒരു പെർഫെക്ഷൻ തോന്നിയില്ല. അങ്ങനെയാണ് ഞാൻ പിന്നെ ഗാർലൻസ് ഒക്കെ ബുക്ക് ചെയ്തത്. ഗാർലൻസ് ബുക്ക് ചെയ്തിട്ട് ഗാർലൻസ് മേടിച്ച് ഇതുപോലെ അത് ഡെക്കറേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഡെക്കറേഷന് എന്നെ സഹായിക്കുന്നത് അറിയാലോ, ജോനയാണ്. അപ്പോൾ ജോനയാണ് എനിക്ക് ഇങ്ങനെ ഓരോന്നും എടുത്തു തരുന്നത്. പിന്നെ ഇങ്ങനെയുള്ള സമയത്തൊക്കെ വീഡിയോസ് എടുക്കാനായിട്ട് എനിക്കിങ്ങനെ കയറാനും ഇറങ്ങാനും ഒക്കെ, ഞാൻ പറഞ്ഞില്ലേ ബാക്ക് പെയിനും പ്രശ്നവും ഉണ്ട്, എനിക്ക് ഒത്തിരി ഹെൽത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ജോന ഫ്രീ ആയിട്ട് ഉണ്ടാവുന്ന സമയത്ത് ജോന വന്നിട്ടാണ് എന്നെ കുറേ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ അവിടത്തെ മുഴുവൻ ഡെക്കറേറ്റ് ചെയ്തു. ഇനിയിപ്പോൾ ദാ പുറത്ത് ആ സിറ്റ് ഔട്ടിലും കൂടെ കുറച്ച് ഡെക്കറേഷൻസ് വരുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ ഈ ഡെക്കറേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ, ഇതിലെന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടോ, അതോ ഭംഗിയായിട്ടുണ്ടോ എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിലൂടെ എന്നെ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ സാഞ്ചേട്ടൻ ഈ ഭാഗത്ത് അവിടെ ആ വൈറ്റ് സെറ്റിയൊക്കെ കിടക്കുന്നുണ്ടല്ലോ, അപ്പൊ ആ ഭാഗത്തൊന്നും എനിക്കും ജോനയ്ക്കും കയറി നിന്നിടാനായിട്ട് ഹൈറ്റ് ഇല്ല. അതുകൊണ്ട് സാഞ്ചേട്ടനെ കൊണ്ട് ഇടിയിപ്പിച്ചതാട്ടോ. എന്നിട്ട് പിന്നെ ജോന ചെറിയ കുട്ടിയല്ലേ, അപ്പൊ അവൾക്കും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പം അവളെയും കൂടെ ഞാൻ ഇൻവോൾവ് ചെയ്യിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ എനിക്ക് പ്രത്യേകം എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് പറയാനായിട്ട്, ഇനി ഞാൻ ഫൈനൽ ഡെക്കറേഷൻ കാണിക്കുമ്പോഴത്തേലും എൻ്റെ ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഒക്കെ കാണിച്ചു തരാവേ. അതിന് എൻ്റെ വീടിൻ്റെ പുറത്തൊക്കെ ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ചെയ്യാനും എൻ്റെ ട്രീയുടെ ഒക്കെ അന്ന് നിവർത്തിയൊക്കെ വെച്ച് തന്നത് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, ഞങ്ങളെ വീട്ടിൽ പൊതുവെ ഹെൽപ്പിന് വരുന്നത് രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മനുഷ്യനാണ് കേട്ടോ. ആ പുള്ളിയാണ് എന്നെ ഹെൽപ്പ് ചെയ്തതൊക്കെ. അപ്പോൾ ഒരുപാട് പേരുടെ ഹെൽപ്പ് കൊണ്ട് തന്നെയാണ് എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാനായിട്ടൊക്കെ പറ്റിയത്. അതിന് എന്താ രാധാകൃഷ്ണനോടും, പിന്നെ എനിക്ക് ഇങ്ങനെ ഒരു ഇത് ഇൻസ്പിറേഷൻ തന്നത് എൻ്റെ ഹസ്ബൻഡും മക്കളുമാണ്. അപ്പോൾ അവരോടും ജോനയോടും ഒക്കെ ഒത്തിരി ഒത്തിരി താങ്ക്സ് പറയുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ എടുത്തു പറയുകയാണ്, നിങ്ങൾ ആ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, പ്രത്യേകിച്ചും ഈ ചാനൽ കാണുന്നെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കാരണം പഴയ ചാനലാണെന്ന് കരുതി സബ്സ്ക്രൈബ് ചെയ്തതാണെന്ന് വിചാരിച്ചിരിക്കരുത്. ഇത് പുതിയ ചാനലാണ്, അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പം നിങ്ങളുടെ കമൻസ് ഒക്കെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.